Namaste, Guruji. In Ayurveda massage is called Urchil, and in Marma Kalari Chikitsa as well, we see that it is called Urchil. Is there a difference between how you do Urchil or massage for your clients, your health seekers? എല്ലാ ചികിത്സാ രീതികൾക്കും അതിൻ്റേതായ നേട്ടങ്ങളുണ്ട്. അതിൽ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ചെറുതോ ഒന്ന് വലുതോ ഒന്നുമില്ല. അത് മനുഷ്യൻ ആ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്നിടത്താണ് അതിൻ്റെ പ്രസക്തി. ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അലോപ്പതിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അതേ സമയത്ത് നമുക്കൊരു പനി, ജലദോഷം അങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു നാട്ടുവൈദ്യം അത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പണ്ടുള്ളവർ പറയും ജലദോഷത്തിന് നമ്മൾ മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നാലും ഒരാഴ്ച കൊണ്ട് അത് അങ്ങനെ ജലദോഷത്തെ അങ്ങനെ പിടിച്ചു നിർത്താൻ പാടുള്ളതല്ല. അതാണ് അതിൻ്റെ സത്യം. ഇത്തരത്തിൽ നമുക്കൊരു നടുവേദന അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കഴുത്ത് സംബന്ധമായിട്ടുള്ള അങ്ങനെ അത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ചികിത്സ കളരി ചികിത്സ തന്നെയാണ്. കാരണം കളരി ചികിത്സ ഒരു മർമ്മ ചികിത്സ കൂടിയാണ്. കളരി ചികിത്സയിൽ പ്രധാനമായിട്ടും മർമ്മ ചികിത്സയാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഒരു ദശവായുക്കളെ ആക്ടിവേറ്റ് ചെയ്ത് 12 നാഡികളെ ആക്ടിവേറ്റ് ചെയ്യുന്ന, അങ്ങനെ മൊത്തത്തിൽ ശരീരത്തെ റീഫ്രഷ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് കളരി ചികിത്സ എന്നുള്ളത്. അത് കൈകൊണ്ട് മാത്രമല്ല കാലുകൊണ്ടും അത് ചവിട്ടി കുഴിച്ചിൽ നടത്തുന്ന ഒരു ചികിത്സ രീതി കളരി ചികിത്സയിലുണ്ട്. അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കിഴികൾ, അതുപോലെ ധാര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നവര, തിരുമല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നല്ല പുനരുജ്ജീവനത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ചികിത്സാ രീതികൾ ഉൾപ്പെടുന്ന ഒരു ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ചികിത്സാ രീതി തന്നെയാണ് കളരി ചികിത്സ എന്നുള്ളത്. അത് അതിൻ്റെ പഥ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണമെന്ന് മാത്രം. അങ്ങനെ ആ ഒരു കൃത്യമായിട്ട് അത് 7, 14, 21 എന്നീ ദിവസങ്ങളിലൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമ രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുരുക്കന്മാർ. ആ രീതികളിൽ കൃത്യമായിട്ട് അതിൻ്റെ പഥ്യം ആചരിച്ച് ചികിത്സ നടത്തുന്ന ഒരാൾക്ക് തങ്ങളുടെ ആയുസ് വർദ്ധിക്കുമെന്നാണ് പറയുക. ഒരു കായകൽപ്പ ചികിത്സ കൂടിയാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് സവിശേഷതകളുള്ള നമ്മുടെ ഇന്ന് ഈ കളരി ചികിത്സയെ ഡാൻസ് പഠിക്കുന്നവർ, യോഗ പരിശീലിക്കുന്നവർ ഒക്കെ ധാരാളമായിട്ട് വന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കഥകളിയിലൊക്കെ അതിൽ ഉഴിച്ചിൽ സമ്പ്രദായം തന്നെ കളരി ചവിട്ടി ഉഴിച്ചിലാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ഈ കളരി ചികിത്സയെ പല രീതിയിൽ, കളരി ചികിത്സയുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ അത് ഒരു ആരോഗ്യത്തിന് എന്നുള്ളതിനുപരി നല്ല ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയുള്ള കച്ചത്തിരുമ്പ് സമ്പ്രദായമുണ്ട്. അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് പുറമെ ഒരു ശരീരത്തെ നമുക്ക് എന്നും യൗവനത്തോടു കൂടി അല്ലെങ്കിൽ യൗവനയുക്തമായിട്ട് നമുക്ക് നിർത്താനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ചികിത്സകളുമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു ചികിത്സാ രീതിയാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്.